നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഭയങ്കര വെയിറ്റ് ആണല്ലോ, ഓവർ വെയിറ്റ് ആണ്, അത് കാരണമാണ് നീ പ്രഗ്നൻ്റ് ആവാത്തത്, അല്ലെങ്കിൽ PCOS ഉണ്ടല്ലേ അത് കാരണമാണ് നിനക്ക് പ്രഗ്നൻസി വൈകുന്നത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളുകളുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആരെങ്കിലും നമ്മളെ നോട്ടീസ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും, സ്വാഭാവികമാണ്. പക്ഷേ അവരാ പറയുന്നതിൽ ചെറിയൊരു കാര്യമുണ്ട്. PCOS എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മെറ്റബോളിസം ഇൻവോൾവ് ആണ്, നമ്മുടെ ഹോർമോൺസ് ഇൻവോൾവ് ആണ്, ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഓവർ വെയ്റ്റ് എന്നുള്ളത് അതിലൊരു ലക്ഷണമാണ്. സോ ഈ ഓവർ വെയ്റ്റിനെ നമ്മൾ ഒന്ന് അഡ്രസ്സ് ചെയ്ത് ഒന്ന് കുറക്കാൻ ട്രൈ ചെയ്താൽ, കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ എടുത്ത് ഒന്ന് കുറക്കാൻ ട്രൈ ചെയ്താൽ ഒരു 5 മുതൽ 10% വരെ നമ്മൾ വെയിറ്റ് കുറയുന്നതിനിടയിൽ തന്നെ പ്രഗ്നൻ്റ് ആവുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ഇപ്പോൾ ഒരു 80 കിലോ ആണെങ്കിൽ നിങ്ങളെ ഹൈറ്റ് ഒരു 162 ആ ഒരു റേഞ്ചിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നിങ്ങളിപ്പോൾ വേണ്ടത്, ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ വേണ്ടത് 62 കിലോ ആണ്. ടാർഗറ്റ് വെയിറ്റിലേക്ക് എത്തണമെങ്കിൽ ഒരു 18 കിലോ കുറയാനുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് ആ ഒരു 18 കിലോ കുറക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ. അപ്പോൾ നമ്മൾ ഒരു 5 മുതൽ 10% വരെ വെയിറ്റ് കുറയുന്നതിനിടയിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ 80 നിന്ന് ഒരു 8 കിലോ കുറയുന്നതിനിടയിൽ തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 5 മുതൽ 8% വരെ വെയിറ്റ് കുറക്കുക എന്നുള്ളത് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് PCOS കേസുകളിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട്.